ഹലോ ഗൈസ്, നമസ്കാരം. ഇത് നിങ്ങളുടെ സ്വന്തം കാസോടൻ മല്ലു. ഗൈസ്, അങ്ങനെ ഞാൻ വന്നിരിക്കുന്നത് പുതിയൊരു വീഡിയോ ആയിട്ടാണ്. വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറൈറ്റി പഴംപൊരി എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഹെൽത്തി ആയിട്ട് ടേസ്റ്റി ആയിട്ട് നിങ്ങൾക്ക് പഴംപൊരി ഉണ്ടാക്കുന്ന രീതി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. നിങ്ങളാരും ഇതുവരെ ട്രൈ ചെയ്യാത്ത ഒരു വീഡിയോ ആയിരിക്കും ഇത് നിങ്ങൾ കാണാൻ പോകുന്നത്. ജസ്റ്റ് ഒന്ന് വീഡിയോയിലേക്ക് പോകും. അപ്പൊ നമുക്ക് പഴംപൊരിക്കാനുള്ള മൈദമാവ് നമുക്ക് റെഡിയാക്കാം. മൈദമാവ് റെഡിയാക്കുമ്പോൾ നമുക്ക് വേണ്ടത് മൈദ ഉണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് അരിപ്പൊടി ഇതാ. നമുക്ക് ഇതിന് മസ്റ്റായിട്ട് നമുക്ക് അരിപ്പൊടി വേണം. പിന്നെ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സ്പെഷ്യൽ മസാല എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരും. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല ഈ സാധനം. ഇത് നിങ്ങൾക്ക് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ ലാസ്റ്റ് മാത്രമേ പറഞ്ഞുതരുള്ളൂ. ഇതിൽ മിക്സ് ആക്കിയിട്ട് പഴംപൊരി ഉണ്ടാക്കിയതിന് ശേഷം അതിനാ മൈദ ഏകദേശം ഇത്രത്തോളം മൈദ എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അരിപ്പൊടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാടൊന്നും വേണ്ട. നമ്മളിപ്പോൾ 2 ഗ്ലാസ് മൈദ എടുക്കുന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ് അരിപ്പൊടി, ആ രീതിയിലാണ്. പിന്നെ നമ്മൾ ഈ റെസിപ്പി ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ സാധനം ഇങ്ങനെ ഇതുവരെ ആരും ട്രൈ ആക്കിയിട്ടുണ്ടാവില്ല. ഇതിട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്ത നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതിന്റെ മധുരത്തിന് വേണ്ടിയിട്ടുള്ള പഞ്ചസാര നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, എല്ലാവരും അവരവരുടെ ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ടാൽ മതി. പഞ്ചസാര പിന്നെ ഇതിലേക്ക് നമുക്ക് ഇതിന്റെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നല്ല പാങ്ങിൽ മിക്സ് ചെയ്യണം. മസാലകളെല്ലാം ഇതാ അരിപ്പൊടി, മൈദപ്പൊടി, പിന്നെ നമ്മുടെ സ്പെഷ്യൽ മസാല, പഞ്ചസാര, ഉപ്പ് എല്ലാം ഞാൻ ഇതിലേക്ക് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതാ, ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം. ഏകദേശം ഇതാ നമുക്ക് ഈ ഒരു രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം ഞാൻ ഇങ്ങനെ കൈയിട്ട് ഇങ്ങനെ ഞണ്ടുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നല്ല പാങ്ങിൽ മിക്സ് ആയിട്ട് നല്ല പാങ്ങിൽ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൈ കൊണ്ട് തന്നെ ചെയ്യണം. അതുകൊണ്ടാണ്. പിന്നെ നമുക്ക് ഇതിൽ വേണ്ടത് ഈ ഒരു തിക്നെസ്സിലേക്ക് ഞാൻ ആക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ലെവലിലെ വെള്ളം നമുക്ക് കൂട്ടാം. കാരണം നല്ലോണം വെള്ളം ഫസ്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ മൈദയിൽ ഒരുപാട് ഇങ്ങനെ ഉണ്ട വരും. അപ്പം നമുക്കത് പഴം പൊരിക്കുന്നതിൽ ബാധിക്കും. അപ്പം അതുകൊണ്ടാണ് ആദ്യം വെള്ളം കുറച്ച് ഒഴിച്ച് നല്ല പാങ്ങിൽ മിക്സ് ആക്കിയതിന് ശേഷം പിന്നെ വെള്ളം കൂട്ടുന്നത്. അങ്ങനെ നമ്മളെ പഴംപൊരിയുടെ മൈദ നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇതാ മൈദ മാവ് ഇതാ റെഡി ആയിട്ടുണ്ട്. നല്ല പാങ്ങിൽ മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇതാ ഈ ഒരു ലെവലിലേക്ക് മൈദ മാവ് വേണം. പഴം നമുക്ക് മുക്കുമ്പോൾ ഇങ്ങനെ കിട്ടണം. ഇതാ ഇങ്ങനെ ഒട്ടി കിട്ടണം. ഈ പഴം പൊരിക്കാൻ വേണ്ടിയിട്ട് നല്ല പഴുത്ത പഴമാണ് കേട്ടോ. നല്ല പൊത്ത കായ ആയിരിക്കണം. പൊത്ത കായ മാത്രം നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ പഴം പൊരിക്ക്. അപ്പോൾ ഇതാ ഇങ്ങനെ മുറിക്കുക. 2 തലയും പാലും ഇങ്ങനെ മുറിച്ച് കളയാം. ഇങ്ങനെ പിടിച്ചിട്ട് ഇതാ ഒരു ലെവലിൽ ഇങ്ങനെ മുറിച്ചെടുക്കാം. ഈ പഴം ഇങ്ങനെ തൊലി വെച്ച് മുറിക്കുന്നതിനെ കൊണ്ടുള്ള ഉപകാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലെവലായിട്ട് നല്ല പാങ്ങിൽ അടിപൊളിയായിട്ട് മുറിച്ചെടുക്കാൻ പറ്റും കേട്ടോ. തൊലി ഉണ്ടെങ്കിൽ നല്ല പാങ്ങിൽ മുറിച്ചെടുക്കാൻ വേണ്ടി പറ്റും. ലൈനായിട്ട് ഇതുപോലെ. അത് നമ്മുടെ പഴം ഏകദേശം എല്ലാം കഴിഞ്ഞ് എല്ലാം ഒലിഞ്ഞ് കഴിഞ്ഞതാ. ഇത് ലാസ്റ്റ് പീസ് പഴംപൊരിൻ്റെ പഴം റെഡി. ബിസ്മില്ല. അപ്പോൾ നമുക്ക് ഗ്യാസ് എത്തിക്കാം. അപ്പോൾ നമ്മൾ ഗ്യാസ് എത്തിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പഴം പൊരിക്കാനുള്ള ഉരുളി വെച്ച് കൊടുക്കാം. ഉരുളിയിലാണ് നമ്മൾ ഇന്ന് പഴം പൊരിക്കാൻ വേണ്ടി പോകുന്നത്. നല്ല കാര്യമായ ഉരുളിയിലാണ് നമ്മൾ ഇന്ന് പഴം പൊരിക്കാൻ വേണ്ടി പോകുന്നത്. നമുക്കിത് പാത്രം ചൂടായിട്ട് പഴം പൊരിക്കാൻ ആവശ്യമില്ല എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇതിൽ പഴം മുങ്ങിപ്പൊരിയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് നല്ല പാങ്ങിൽ എണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മളെ എണ്ണ ഏകദേശം ചൂടായി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ചൂടായിനോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. എന്താ പഴം ഇങ്ങനെ മുക്കി എടുക്കണം കേട്ടോ. നല്ല പാങ്ങിൽ ഇതാ നല്ല പാങ്ങിൽ മുക്കുക. ഇങ്ങനെ എടുക്കുക. മുക്കി എടുത്തിട്ട് ഇങ്ങനെ കിടക്കുക. ലോ ഫ്ലെയിമിൽ നമ്മളെ പഴം ഇങ്ങനെ പൊരിഞ്ഞ് വരട്ടെ.
നല്ല പാങ്ങിൽ ഫ്രൈ ആവണം, നല്ല പാങ്ങിൽ പൊരിഞ്ഞ് കിട്ടണം, എന്നാലേ ഈ പഴംപൊരി ടേസ്റ്റ് ഉണ്ടാവും. സ്നാക്സിലൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ഈ പഴംപൊരി. എൻ്റെ ഉമ്മ ഉണ്ടാക്കി തരുന്നതാണ്, എൻ്റെ ഉമ്മാൻ്റെ സ്പെഷ്യൽ മസാല ആണ് ഇത് ഞാൻ ഇട്ടത്. ഉമ്മ എപ്പോഴും ഉണ്ടാക്കി തരുന്ന രീതിയാണ് ഇത്. നിങ്ങൾ എന്തായാലും ഇത് മസ്റ്റ് ട്രൈ ആക്കി നോക്കണം. ഓക്കെ, ഇത് നമ്മളെ പഴംപൊരി ഏകദേശം നല്ല പാങ്ങിൽ വൺ സൈഡ് ഇങ്ങനെ ബ്രൗൺ ആയിക്കൊണ്ട് വന്നുകൊണ്ട് കേട്ടോ. 2 മിനിറ്റും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത് പഴംപൊരി മറിച്ചിടാം. പഴംപൊരി ഇതാ ഈ കളറിലേക്ക് ആണ് കേട്ടോ. ഇതുണ്ട് ഇതാ ഈ കളറിലേക്ക് ആയിക്കഴിഞ്ഞാൽ മറിച്ചിടാം. പഴംപൊരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങ് 7 വളപ്പം അപ്പുറത്തുനിന്ന് ആൾക്കാർ വരുന്നുണ്ട്. അങ്ങനത്തെ മണം, കാര്യമായ മണം പഴംപൊരിൻ്റെ. അപ്പൊ ഇത് നമ്മളെ പഴംപൊരി റെഡി ആയിട്ടുണ്ട്. ഇതാ പഴംപൊരി ഇതാ ഈ ഒരു ലെവലിലാക്കിയിട്ടാകുമ്പോൾ നമുക്ക് എടുക്കാം കേട്ടോ. ഓക്കെ, ഇതാ ഈ ഒരു ലെവലിൽ കിട്ടണം, എന്നിട്ടാകുമ്പോൾ ഞാൻ എടുക്കാം. നമ്മൾ പഴംപൊരി ലാസ്റ്റ് സ്റ്റെപ്പാണ് ഇത്. പഴം പൊരിച്ച് കഴിഞ്ഞ് ലാസ്റ്റ് സ്റ്റെപ്പ് കേട്ടോ. ഇതാ നമ്മളെ പഴംപൊരി എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതാ പഴംപൊരി എല്ലാം ഏകദേശം ഇത്ര ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് നമ്മളെ റൂമിൽ എല്ലാവർക്കും വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ പഴംപൊരി ഫുള്ള് റെഡി. അതിൻ്റെ കൂടെ ബീഫ് ഉണ്ട് ഇവിടെ. നമുക്ക് ഫസ്റ്റ് നമ്മളെ പഴംപൊരി എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഇതാ നല്ല പൊരിഞ്ഞ പഴംപൊരി കേട്ടോ. ഓ, ഒരു രക്ഷയില്ല പഴംപൊരി, കിടിലം കിണ്ണം വരെ പഴംപൊരി. ഇതാ ആ പഴം കണ്ടിതാ പൗത്ത പഴം കണ്ടിതാ ഇങ്ങനെ കിട്ടണം പഴം. നല്ല പൗത്ത കായ്, നല്ല മസാല, നല്ല മൈദ, എല്ലാം കറക്റ്റ്, മധുരം എല്ലാം ടോപ്പ്. ഒരു രക്ഷയില്ല കാണാൻ പറയാൻ വേണ്ടി. ഒന്നുകൂടി കടിച്ചു നോക്കാം. ഇങ്ങനെ ക്രഞ്ച് ചിലപ്പോൾ ഇങ്ങനെ സൗണ്ട് കേൾക്കാൻ വേണ്ടി പറ്റും. കിടിലം പഴംപൊരി. ഇത് നമുക്കടുത്ത് ബീഫിനൂടെ കഴിച്ചു നോക്കാം കേട്ടോ. ബീഫിനൂടെ എങ്ങനെ നോക്കിയോ. ബീഫിനൂടെ കേട്ടോ, ബീഫും പഴംപൊരി. അത്ര അടിപൊളി, പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല. കിടിലം, സൂപ്പർ. അപ്പൊ ഗൈസ് ഇത് നമ്മളെ വീഡിയോ ഏകദേശം അവസാനിക്കാൻ വേണ്ടിയിട്ടായി. നമ്മളെ വീഡിയോ എല്ലാം അടിപൊളിയാണ്, സെറ്റാണ്. അപ്പൊ ഞാൻ നിങ്ങളോട് ഫസ്റ്റ് പറയാന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ട്. അതായത് നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്ത മിക്സ് അതെന്താന്നുള്ളത് ഒന്നുമല്ല, ജസ്റ്റ് നമ്മളെ കാശ്മീരി ചില്ലിയാണ്. കാശ്മീരി ചില്ലി പൗഡർ അതിലേക്ക് ഇട്ടിട്ട് നമ്മൾ ഈ മൈദയും അരിപ്പൊടിയും പഞ്ചസാര ഇട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്രഞ്ചി കിട്ടും. ആ ക്രഞ്ചാണ് ഇതാ ഇതാ സൗണ്ട് കേട്ടോ. ഇതാ ആ ക്രഞ്ച്, പിന്നെ ഈ പഴത്തിന് നല്ല പാങ്ങിൽ പിടിക്കും. അപ്പം ഈ മധുരവും ചെറിയൊരു ആ മുളകിൻ്റെ ഇതും വന്നു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഈ മുളക് പൊടി ഇടുന്നത്. എൻ്റെ ഉമ്മ പണ്ട് മുതലേ ചെയ്യുന്ന കാര്യമാണ്. എൻ്റെ ഉമ്മാൻ്റെ റെസിപ്പിയാണ് ഇത്, ഇൻഷാ അല്ലാഹ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക, കമൻറ്റ് അറിയിക്കുക. ഓക്കെ, അപ്പോൾ ഓക്കെ ഗൈസ്, നമ്മൾ വീഡിയോ ഫസ്റ്റ് ടൈം ആയിട്ട് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. എന്തായാലും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു സോ മച്ച്.